ഹലോ നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്യുവർലി ഒരു വീഡിയോ റെൻഡർ ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ ഷോട്ട് എടുക്കണമെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അതെല്ലാം എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഫൈനൽ വീഡിയോ ഞാനൊരു യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ. മ്യൂസിക് 1-2 പേരുടെ വീഡിയോ മാത്രം എടുത്താലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ D5 ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള ഷോട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് റെൻഡർ ചെയ്തെടുക്കും. ഒറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ റെൻഡർ ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കണം ഓരോന്നും. അതാകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, വോയിസ് റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം ഇത് ഓരോ ഷോട്ടും സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരുപാട് നേരം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നതിനായിട്ട് ചിലപ്പോൾ സിങ്കായെന്ന് വരില്ല, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം. നമുക്ക് ഓരോ ഷോട്ടും സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടൊരു ഡോളി സൂം എന്ന് പറഞ്ഞൊരു ഷോട്ട് ടെംപ്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതായത് 2 സീൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൽ 2ൻ്റെയും ഫോക്കൽ ലെങ്ത്തുകൾ വേറെ വേറെ ആയി കൊടുക്കുക. കണ്ടോ, ഇതാണ് ആ ഷോട്ട് ഡോളി സൂം വരുന്നത്. ഏതൊരു സൂം നമ്മൾ ഫോക്കൽ ലെങ്ത്ത് വേറെയും അടുത്ത സൂം ദൂരെ പോയിട്ട് വേറെ ഫോക്കൽ ലെങ്ത്തിലും എടുക്കും. കണ്ടോ, ഈ ഒരു ഷോട്ടിൽ കുറച്ച് വൈഡായിട്ടുള്ള ഷോട്ടാണ്. ഫോക്കൽ ലെങ്ത്ത് 79 ഡിഗ്രി കൊടുത്തിട്ട് അടുത്തുനിന്ന് എടുത്തു. അതാണ് ഈ സീൻ. രണ്ടാമത്തെ സീനിൽ നമ്മളൊന്ന് പുറകോട്ട് പോയി, പക്ഷേ ഫോക്കൽ ലെങ്ത്ത് അടുത്തേക്ക് ഇട്ടു. കണ്ടോ, 40 ഡിഗ്രിയിലിട്ട് നമ്മുടെ ആംഗിൾ. അപ്പം അത് ഈ 2 സീൻ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡോളി സൂം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടായത്. നമ്മൾ ബാക്കിലേക്ക് ക്യാമറ പോകുമ്പോഴും സൂം ആയിക്കൊണ്ടിരിക്കും. അതാണ് ഡോളി സൂം. അപ്പോൾ നമ്മൾ 2 സീൻ വെച്ചിട്ട് നമ്മളത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോളി സൂം ആവും. നമ്മൾ സീൻ 21 സീൻ 22 നമ്മൾ സെറ്റ് ചെയ്തേക്കണം. അത് രണ്ടും കൂടെയാണ് ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോളി സൂം എഫക്റ്റ് വരും. നമുക്ക് 9:16 റേഷ്യോയിലിട്ട് ഒരു ഷോർട്സിന് വേണ്ടിയുള്ള വീഡിയോ ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ ക്ലിപ്പ് എടുക്കുക, കസ്റ്റം ആസ്പെക്ട് റേഷ്യോ 9:16 ആക്കുക. സീൻ 1 ആഡ് ചെയ്തു, സീൻ 2ലേക്ക് പോകുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ഷോട്ട് അങ്ങ് സെറ്റ് ആവും. കണ്ടോ, ഇതാണ് ഡോളി സൂം. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു ഷോട്ടായി. ഈ ഒരു ഷോട്ട് നമുക്ക് സെപ്പറേറ്റ് റെൻഡർ ചെയ്യണം. അങ്ങനെ എല്ലാ ഷോട്ടുകളും എടുത്തിട്ട് സെപ്പറേറ്റ് റെൻഡർ ചെയ്യുക. അങ്ങനെ ടൈമെല്ലാം ഞാൻ 5 സെക്കൻഡ് കൊടുക്കുക. കാരണം നമുക്ക് എത്ര നേരം വേണ്ടി വരും എന്ന് അറിയില്ല വീഡിയോയിൽ. കാരണം ബീറ്റ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും ഓരോ ഷോട്ടും. അതുകൊണ്ട് ഒരു 5-7 സെക്കൻഡൊക്കെ ആയിട്ട് ഓരോ ഷോട്ട്സ് റെൻഡർ ചെയ്യണം എപ്പോഴും നല്ലത്. ഇനി നമുക്ക് വേറെ ഒരു ഷോട്ട് എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് വരുന്ന രീതിയിലൊരു ഷോട്ടാണ് നമ്മൾ അടുത്തത് എടുക്കാൻ തീരുമാനിക്കണേ. അപ്പോൾ കുറച്ച് ദൂരെ ഒരു സീൻ സെറ്റ് ചെയ്യുക, വീടിൻ്റെ അടുത്തൊരു സീൻ സെറ്റ് ചെയ്യുക. ആ 2 സീനും കൂടി ക്ലബ് ചെയ്ത് ഒരു ഷോട്ട് എടുക്കുക. അത്രയേ ഉള്ളത്. അതിന് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്തിട്ട് 2 എഡ്ജറ്റിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ ടൂൾസ് ഉണ്ട്. ക്യാമറ ടൂൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനിൻ്റെ ഈ ക്യാമറയുടെ ആസ്പെക്ട് റേഷ്യോ ആദ്യം സെറ്റ് ചെയ്യാം. കണ്ടോ, 9:16 ആക്കുന്നു, നമ്മുടെ സീൻ അതാക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് യൂട്യൂബ് ഷോർട്സ് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോട്ടാണ് നമുക്ക് വേണ്ടത്. അതെടുക്കുന്നു. കണ്ടോ, ആ സീൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്തേക്ക് പോയിട്ട് അടുത്ത സീൻ ആഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഷോട്ട്. ഇങ്ങനെയാണ് കുറച്ചും കൂടി അടുത്തേക്ക് പോവുക. എന്നിട്ട് അതിനെ 9:16 ആസ്പെക്ട് റേഷ്യോയിൽ ഇട്ടിട്ട് അതല്ല കറണ്ട് ക്യാമറ എടുക്കുക. കറണ്ട് ക്യാമറ എടുത്തിട്ട് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ 9:16 ആക്കുക. എന്നിട്ട് പുതിയൊരു സീൻ ആഡ് ചെയ്യുക. ഇതിപ്പോൾ അടുത്തായാലും ആഡ് ചെയ്യാം. ഇപ്പോൾ 23-24 ഇപ്പോൾ പുതിയ 2 സീൻ കണ്ടോ, ഒരെണ്ണം ദൂരെയും ഒരെണ്ണം അടുത്തുനിന്നുള്ളത്. ഇനി അതിനെ നമ്മൾ വീഡിയോയിൽ പോയിട്ട് നേരത്തെ ചെയ്ത പോലെ അവിടെ സീൻ 23 അതാണ് ദൂരെയുള്ള ഷോട്ട്, അതെടുക്കുന്നു. എന്നിട്ട് നമ്മൾ സെലക്റ്റഡ് ക്യാമറ കറണ്ട് വ്യൂ എടുത്ത് കൊടുക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തുള്ള സീനും സെറ്റ് ചെയ്യുന്നു. ഒറ്റയടിക്ക് ഒരു പുള്ളി ചെയ്ത് വരുന്ന ഒരു ഷോട്ട് നമുക്ക് കിട്ടും. എല്ലാം 5 സെക്കൻഡിൽ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പയ്യെ അങ്ങനെ അടുത്തേക്ക് പോകുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ സ്ലോ മോഷനൊക്കെ ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് അനുസരിച്ച് ചെയ്യാം. ഇവിടെ നിന്നൊരു പാൻ ചെയ്യുന്ന പോലത്തെ ഒരു ഷോട്ട് താഴെ നിന്ന് മേലേക്ക്. കണ്ടോ, നമ്മുടെ ടെംപ്ലേറ്റുകളുണ്ട് പാൻ അപ്പ് എന്നൊക്കെ പറഞ്ഞ് അതിടാം. പക്ഷെ അത് ശരിയായില്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എപ്പോഴും സീൻ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതിലിപ്പോൾ ഒരു പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നം വന്നു. 2 പോയിൻ്റ് ഇട്ടതും കാരണം ഫസ്റ്റ് ഹാഫ് 2 പോയിൻറ്റും സെക്കൻഡ് ഹാഫ് പെർസ്പെക്റ്റീവിലായിട്ട് ചെറിയൊരു വളവ് വന്ന് ക്യാമറയിൽ.
അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നേരെ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാതെ ഞാൻ തന്നെ സീൻ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചു. പെർസ്പെക്റ്റീവ് 2.0 പെർസ്പെക്റ്റീവ് ഇട്ടില്ലെങ്കിൽ ഞാൻ മറ്റേ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ പാരലൽസ് ഒന്നും വരില്ല കറക്റ്റായിട്ട്, ഒരു എങ്കോണിപ്പ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഈ പാൻ എന്ന് പറഞ്ഞ ഷോട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ കാണിക്കാം, ഡിലീറ്റ് കളയും. സാധാരണ പോലെ ഇപ്പോൾ സീൻ സെറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി, നമുക്ക് ടെംപ്ലേറ്റിനെ ഒന്നും ആശ്രയിക്കേണ്ട. പക്ഷേ നമുക്കൊരു ഐഡിയ വേണം ഇതെങ്ങനെയായിരിക്കും ഓരോ ഷോട്ടും ഒരു സീൻ സെറ്റ് ചെയ്താൽ വരാൻ പോകുന്നതെന്ന്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. നമ്മൾ ഈ ഫോക്കൽ ലെങ്ത്തും അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ ഡെപ്ത് ഓഫ് ഫീൽഡും ഒക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റിയൊക്കെ നോക്കിയും നമുക്ക് ആവശ്യമുള്ള ഷോട്ടിലേക്ക് എത്താം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. കുറേ നേരം നമ്മൾ ടിങ്കർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യാഞ്ഞത്. കാരണം ഏത് ഷോട്ട് എത്ര നേരം കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല പെട്ടെന്ന്, അത്രയും എക്സ്പേർട്ടായിരിക്കണം. ഞാൻ പഠിച്ചു വരണല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതിൽ കുറച്ച് ലാഗ് വരുന്നതാണ്. ഞാൻ ഇതിലും ഈ ഷോട്ടും പാൻ ചെയ്യുന്നതും ഞാൻ സീൻ സെറ്റ് ചെയ്ത് തന്നെ എടുക്കാമെന്ന് വെച്ചു. കാരണം ക്യാമറ താഴേക്ക് ആംഗിൾ പിടിച്ചിട്ടൊരു സീൻ സെറ്റ് ചെയ്യുക, താഴത്ത് പിടിച്ചൊരു സീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാനായി. അത് രണ്ടും നമുക്ക് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോട്ട് കിട്ടും, താഴെ നിന്ന് മുകളിലേക്കുള്ളൂ. അത്രേ ഉള്ളൂ. കണ്ടോ, ആ ഒരു ഷോട്ട് ആഡ് ചെയ്തു, നേരെ പിടിച്ചിട്ട് അത് അതിൻ്റെ ഒപ്പം ക്ലബ് ചെയ്തു. അപ്പോൾ എന്താ, ആ ഒരൊറ്റ ഷോട്ട് നേരെ താഴെ നിന്ന് മുകളിലേക്ക് പാൻ ചെയ്യുന്നൊരു ഷോട്ടായി. അപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുക സീൻ സെറ്റ് ചെയ്തെടുക്കാനാണ്. പിന്നെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇവിടെ കുറച്ച് 360 ഡിഗ്രി പാൻ, അതുപോലെ അസെൻഡഡ് സ്പൈറൽ എന്നൊക്കെ പറഞ്ഞ ടെംപ്ലേറ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് സീൻ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ഐഡിയ വേണം ഏത് പാത്തിലൂടെ ആയിരിക്കണം ക്യാമറ തിരിയേണ്ടതെന്നൊക്കെ. അപ്പം അത് കൊടുക്കാൻ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ സീൻ സെറ്റ് ചെയ്തെടുക്കണതാണ് ഏറ്റവും നല്ലത്. അതല്ല ഇത് സ്പൈറൽ പാൻ എന്നും പറഞ്ഞ് അതിട്ട് കഴിഞ്ഞാൽ തന്നെ ക്യാമറ നടന്ന് കറങ്ങാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും, അതായത് ആ ഒരു ടെംപ്ലേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. കണ്ട് ഇവിടെ കുറേ മൂവ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിന്. അപ്പം അത് മൂവ് ഡിസ്റ്റൻസ് ഇതിലാണ് കിടക്കുന്നത്. ഞാനും ഇതാ ടെംപ്ലേറ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനതിങ്ങനെ മാറ്റി ഇങ്ങനെ കൊടുത്ത് നോക്കി ഏതിലിട്ടാലാണ് കറക്റ്റ് വരാമെന്ന്. അപ്പം അങ്ങനെ കുറച്ച് നേരം കിടന്ന് പണിതപ്പോൾ ഓക്കെ, ഞാനത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഞാനവിടെ മൂവ് ഡിസ്റ്റൻസിൻ്റെ അവിടുത്തെ ആ രണ്ട് എഡിറ്റ് ചെയ്യുന്ന സാധനം നോക്കിയപ്പോഴാണ് കണ്ട റൊട്ടേഷൻ ഡിഗ്രീസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക 1080 ഡിഗ്രിയിൽ. അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു ചെറിയൊരു ഡിഗ്രിയിൽ ഇങ്ങനെ തിരിഞ്ഞാൽ മതി. അതിൻ്റെ അപ്പം മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 30 ഡിഗ്രിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ സംഭവം റെഡിയായി. ഇനി ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ പാത്ത് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. കാരണം തുടക്കം ഇച്ചിരി നീക്കി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വീട് ഫുൾ ഫ്രെയിമിൽ നിൽക്കുന്ന രീതിയിലാക്കാം, അത്രേ ഉള്ളൂ. അത് ഞാനിത് അതിൻ്റെ പാത്തും കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ കാര്യം നടക്കും. കാരണം തുടങ്ങുന്നത് ഫസ്റ്റ് പാത്ത്, അതായത് ക്യാമറ തുടക്കം ഇച്ചിരി നീക്കി വെച്ച് കൊടുക്കും. തുടങ്ങുന്ന ഭാഗം ഞാൻ ഒന്നും കൂടി എഡിറ്റ് പാത്തിൽ പോയിട്ട് അതിനെ ഒന്ന് മൂവ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്യുക. ഇതാണ് ഇവിടെയാണ് തുടങ്ങേണ്ടതെന്ന് കൊടുത്തു. 2 എണ്ണം അടിക്കുന്നു. ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ അതിങ്ങനെ കറങ്ങി വരുന്നതാണ്. അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര എന്താ പറയുക, എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഓരോ ടെംപ്ലേറ്റിൻ്റെയും ഓരോ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് മാറുക എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചെയ്ത് നോക്കിയാൽ നമ്മൾ പഠിക്കുകയുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇവർ തന്നെ തരുന്നുണ്ട്. നമുക്ക് സീൻ സെറ്റ് ചെയ്തെടുക്കാതെ അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാം. ടെസ്റ്റ് ഫ്ലൈ ഓവർ അങ്ങനെ കുറേ, പിന്നെ ബാക്ക് ആൻഡ് ഫ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു ഏരിയ ആയിരിക്കണം. കാരണം തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും ക്യാമറ. അപ്പോൾ നമുക്ക് കാണിക്കാൻ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവണം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വീട് മാത്രമല്ലേ ഉള്ളൂ, ഒരു ഫ്രണ്ട് വ്യൂ മാത്രമേ നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം സൈഡിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ടെംപ്ലേറ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടേതായ തന്നെ സീൻ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ആലോചിച്ചത് ഈ സുപ്രയുടെ ഒരു ഫോക്കസ് എടുത്തിട്ട് ഒരു ഷോട്ട്, അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കൊരു ഷോട്ട്, അതായത് ഫോക്കസ് നേരെ അങ്ങോട്ട് മാറുന്നു. അങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കാനാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. അപ്പോൾ അത് കാറ് കാണാനും കൊള്ളാം, വീട് കാണാനും കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ബ്ലറായിട്ട് അപ്പുറത്തേക്ക് വരും, അങ്ങനെ ഒരു ഷോട്ട്. അപ്പോൾ അത് ആദ്യം ഇവിടെ ഫോക്കസ് എടുക്കുന്നു, ഫോക്കസ് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു സീൻ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നേരെ വീടിൻ്റെ നേരെ ഫോക്കസ് സെറ്റ് ചെയ്യുക, സീൻ ആഡ് ചെയ്യുക. ഭയങ്കര എളുപ്പമാണ്. ആസ്പെക്ട് റേഷ്യോ എപ്പോഴും നമ്മൾ നോക്കണം. കാരണം നമ്മൾ എടുക്കുന്നത് യൂട്യൂബ് ഷോർട്സിനാണെങ്കിൽ 9:16 വേണം, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാനാണെങ്കിലും 9:16 വേണം. പക്ഷേ യൂട്യൂബ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, 16:9 എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോട്ട് സൂപ്പറിനെ ഫോക്കസ് ചെയ്തെടുത്തു, രണ്ടാമത്തെ സീൻ നമ്മൾ അവിടെ കൊടുത്തു.
ടോപ്പ് പോയിന്റ് പെർസ്പെക്റ്റീവ് ഓൺ ആക്കിയിട്ട് നേരെ ആ വീടിനെ ഒന്ന് ഫോക്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയൊരു സീൻ ആഡ് ചെയ്തു. കണ്ടോ, അപ്പോൾ നമ്മുടെ അതായത് സ്റ്റാർട്ട് സീനും എൻഡ് സീനും കിട്ടി. അത്രേ ഉള്ളൂ അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതിനെ ഞാൻ ടോപ്പ് പോയിന്റ് ഇട്ടിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ചെയ്യും. സ്റ്റാർട്ട് സീനും എൻഡ് സീനും കിട്ടിക്കഴിഞ്ഞാൽ നേരെ വീഡിയോയിൽ പോവുക, കറണ്ട് വ്യൂ ആഡ് ചെയ്യുക, അടുത്ത സീനിൽ പോവുക, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സമയം ഒരു 5 സെക്കൻഡ് ഇട്ട് കൊടുക്കുക. കേട്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സൂപ്പർ ഫോക്കസ് ആവും, പയ്യെ വീട്ടിലേക്ക് ഫോക്കസ് വരും. കണ്ടല്ലേ, ഭയങ്കര എളുപ്പമാണ് അത് ചെയ്യാനായിട്ട്. സീൻ സെറ്റ് ചെയ്യണത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ എപ്പോഴും. ഇപ്പം നമുക്ക് മൊത്തം ഒരു 5 ഷോട്ടായി. 5 സെക്കൻഡ് വെച്ചെന്ന് പറയുമ്പോൾ 25 സെക്കൻഡായി. ഒരു 1080pയിൽ ഒരു 60 FPS. കാരണം 1080pയിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും വീഡിയോ ഒക്കെ റെൻഡർ ചെയ്യാനായിട്ട്. ഞാൻ 1080p 60 FPS മതി. നമുക്ക് റീലിടാനൊക്കെ ആ ഒരു ഫോർമാറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ അത് നമുക്ക് ക്യൂവിലേക്ക് ആഡ് ചെയ്യണം. റെൻഡർ ക്യൂവിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഷോട്ടും സെപ്പറേറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെൻഡർ അടിച്ച് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് 25 സെക്കൻഡിൻ്റെ. അതിൻ്റെ ആവശ്യമില്ല. ക്യൂവിലേക്ക് ആഡ് ചെയ്യണം. പക്ഷേ ക്യൂവിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഓരോ ഷോട്ടിനെയും പ്രത്യേകം നമ്മൾ ക്ലിക്ക് ചെയ്ത് ക്യൂവിലേക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ താഴെ, ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്യണം. ഞാനത് കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഞാൻ ആ ഡോളി സൂമിൻ്റെ ആ ഷോട്ട് ഇങ്ങനെ എടുത്തില്ല. അതിന് കൂടാതെ ഞാൻ ആലോചിച്ചൊരു ഓപ്പണിംഗ് ഷോട്ടായിട്ട് ഇവരുടെ ഈ സ്റ്റുഡിയോൻ്റെ പേരുള്ളത് ഒന്ന് എടുക്കാമെന്ന് വെച്ചു. അവിടെ നിന്ന് വെറുതെ പുറകിലേക്ക് ബാൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഷോട്ട് ഇവിടെ നിന്ന് നേരെ പുറകേക്ക് പോകുന്ന ഒരു ഷോട്ട് എടുക്കാനായിരുന്നു പ്ലാൻ. അപ്പം അതും കൂടി ഒരു 6ാമത്തെ ഒരു ഷോട്ടായിട്ട് അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോൻ്റെ ഓപ്പണിംഗ് കണ്ടെടുക്കാം. പക്ഷേ ഞാനത് പിന്നെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് യൂസ് ചെയ്തില്ല. കാരണം അതൊരു 4 വീഡിയോയും കൊണ്ട് നമ്മുടെ യൂട്യൂബ് ഷോട്ട് കംപ്ലീറ്റ് ആയി. കാരണം ബീറ്റിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ആവശ്യം വന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ 6ാമത്തെ ഷോട്ടും അങ്ങനെ റെഡിയായി. അതിന് 5 സെക്കൻഡ് കൊടുക്കുന്നു. 5 സെക്കൻഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. വേണ്ട, അങ്ങനെ ഒരു ഓപ്പണിംഗ് ഷോട്ടും എടുത്തു. ഞാനത് റെൻഡർ ക്യൂവിൽ പോയി നോക്കുമ്പോൾ അവിടെ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലായത് ഞാൻ കറക്റ്റായിട്ടല്ല ക്യൂവിൽ ആഡ് ചെയ്തത്. ഒരേ ഷോട്ട് തന്നെയാണ് ക്യൂവിലേക്ക് പോയത്. കാരണം അത് നമ്മൾ ഓരോ ഷോട്ടിൻ്റെയും 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് വേണം അതിനെ ആഡ് ചെയ്യാൻ. കാര്യമാണ് ഞാൻ മറന്നുപോയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ആഡ് റെൻഡർ ക്യൂ ഉണ്ട്. അപ്പം ഞാൻ ആ റെൻഡർ ക്യൂവിൽ പോയി അപ്പോൾ ആദ്യം ആഡ് ചെയ്തതെല്ലാം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഓരോ ഷോട്ടിനും ഇൻഡിവിജ്വലായിട്ട് കണ്ട ആഡ് ടു റെൻഡർ ക്യൂ ഏറ്റവും താഴെയാണ് ഓപ്ഷൻ. ആഡ് ടു റെൻഡർ ക്യൂ ഓരോന്നിനെയും കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒറ്റ ഷോർട്ടായിട്ട് റെൻഡർ ആവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 6 വീഡിയോയും 6 ഷോർട്ടായിട്ട് കിട്ടിയാൽ നമുക്ക് പിന്നെ എഡിറ്റിംഗ് എല്ലാം എളുപ്പമാവും. കണ്ടോ, ഇപ്പോൾ റെൻഡർ ക്യൂവിലെല്ലാം 6 വീഡിയോയും വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് എവിടേക്ക് സേവ് ചെയ്യണം നിങ്ങളുടെ ഫയലിൽ നിന്നുണ്ട്. പിന്നെ D5 ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യണം റെൻഡറിങ് കഴിയുമ്പോൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് രാത്രിയൊക്കെ റെൻഡർ ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാമായിട്ട് ഇത് റെൻഡർ ചെയ്യാൻ കൊടുക്കുന്നു. ഒരു 10-15 മിനിറ്റ് എടുക്കും തോന്നുന്നു ഇതെല്ലാം കൂടെ റെൻഡർ ചെയ്യാനായിട്ട്. മൊത്തം ഒരു 13 മിനിറ്റിൽ ഞാൻ ഈ വീഡിയോ ഷോട്ട് എടുക്കുന്നത് റെൻഡർ എടുക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് എൻ്റെ റെൻഡറിങ് കഴിഞ്ഞത്. നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ഒരു BGM ഒക്കെ ഇട്ടിട്ട് എൻ്റെ യൂട്യൂബ് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി നിങ്ങൾ വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലെ വേറൊരു രീതിയിൽ റെൻഡറിങ് ഒക്കെ നോക്കാം. ഇപ്പം തന്നെ വീട് മാത്രം സ്റ്റില്ലായിട്ടിരിക്കുന്ന രീതിയിലുള്ള നമ്മൾ വീഡിയോസ് എടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടൊന്നും അനങ്ങുന്നില്ല, മേഘങ്ങളൊന്നും അനങ്ങുന്നില്ല, മൂവിങ് ആയിട്ടുള്ളൊന്നും നമ്മൾ വെച്ചിട്ടില്ല ഇതിൽ. വീടിൻ്റെ മാത്രം ഡിഫറെൻറ്റ് ഷോട്ട്സേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ലൈവായിട്ടുള്ളൊരു സീൻസ് റെൻഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ.